ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മോഡലാണ്. മോഡൽ നമ്മൾ ഡാറ്റ മോഡൽ പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം പറയുന്നത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് മോഡലിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഹൈ ലെവൽ ഡാറ്റ മോഡലാണ്. അപ്പോൾ ഈ മോഡൽ യൂസ് ചെയ്യുന്നത് ഡാറ്റ എലമെന്റ്സിനെയും അതിന്റെ റിലേഷൻഷിപ്പിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡാറ്റ എലമെന്റ്സിനെയും അതിന്റെ റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു കൺസെപ്ച്വൽ ഡിസൈൻ ആണ്. അതുപോലെ തന്നെ ഇതൊരു ഈസി ഡിസൈൻ മെത്തേഡാണ്. അത് നമുക്ക് ടേബിളിൽ സ്റ്റോർ ചെയ്ത ഡാറ്റേനെ ഒരു ഈസിലി മെത്തേഡിൽ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഒരു ടേബിളിൽ ഡാറ്റ എങ്ങനെ റെപ്രസെന്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ നമുക്കത് പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണെങ്കിൽ കൂടുതൽ മനസ്സിലാവുമെന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാബുലാർ റെപ്രസെന്റേഷനിൽ കൊടുത്തൊരു ഡാറ്റേനെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷനിലേക്ക് മാറ്റുകയാണ്. അപ്പൊ പിക്ചോറിക്കൽ റെപ്രസെന്റേഷനിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാബിളിൽ എങ്ങനെയാണ് അതിന്റെ റിലേഷൻഷിപ്പ് ഉള്ളത് അതിന് നമുക്ക് പിക്ചോറിക്കലായിട്ട് റിലേഷൻഷിപ്പൊക്കെ അത് എൻറ്റിറ്റിനെയും റിലേഷൻഷിപ്പിനെയും ഒക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മോഡലിൽ എന്തൊക്കെയാണ് ഉള്ളത്. മോഡലിൽ എൻറ്റിറ്റി ഉണ്ടാവും. അപ്പൊ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പേഴ്സൺ ആവാം, പ്ലേസ് ആവാം, ഒബ്ജക്റ്റ് ആവാം, ഇവന്റ് ആവാം, ഓർ കൺസെപ്റ്റ് അബൌട്ട് വിച്ച് ഡാറ്റ ടു ബി മെയിൻറ്റെയിൻഡ്, എന്തിനെ പറ്റിയിട്ടാണെന്നുള്ളതിനെ പറ്റിയും പറയാം. ഇപ്പൊ ഒരു കാറ്, സ്റ്റുഡന്റ്, എന്ത് വേണമെങ്കിലും പറയാൻ വേണ്ടി പറ്റും ഒരു എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻറ്റിറ്റിന്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ആ ഒരു എൻറ്റിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിനൊക്കെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കാറിനെ പറ്റിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ കാറിന്റെ കളറ്, അതുപോലെ തന്നെ സ്റ്റുഡന്റിനെ പറ്റിയിട്ടാണ് എടുക്കുന്നത്, സ്റ്റുഡന്റിന്റെ നെയിം, ഏജ്, അതൊക്കെ ആയിരിക്കും അതിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് വരുന്നത്. ഇനി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻറ്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷനെയാണ് എന്ത് പറയുന്നത്, റിലേഷൻ എന്ന് പറഞ്ഞത്. അസോസിയേഷൻ ബിറ്റ്വീൻ ദ ഇൻസ്റ്റൻസ് ഓഫ് വൺ ഓർ മോർ എൻറ്റിറ്റി ടൈപ്പ്. അപ്പോൾ എൻറ്റിറ്റി ടൈപ്സ് തമ്മിലുള്ള റിലേഷനെയാണ് എന്ത് പറയുന്നത്, എൻറ്റിറ്റി ടൈപ്പ് തമ്മിലുള്ള അസോസിയേഷനെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു റിലേഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ബ്ലൂ കാർ ബിലോങ്സ് ടു സ്റ്റുഡന്റ് ജാക്ക്. അപ്പൊ ഒരു ബ്ലൂ കാർ ഉണ്ട്, ആ കാറ് ജാക്കിൻ്റെതാണെന്ന് പറയണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു റിലേഷൻ ആയിട്ട് ഡയഗ്രമാറ്റിക് ആയിട്ട് കാണിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എൻറ്റിറ്റി ഉണ്ട്, റിലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആട്രിബ്യൂട്ട് ഉണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് മോഡലിൽ ഉള്ളത്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടെങ്കിൽ സ്റ്റുഡന്റ് എൻറ്റിറ്റിക്ക് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, സ്റ്റുഡന്റിന് ഒരു നെയിം ഉണ്ടാവും, സ്റ്റുഡന്റിന് അഡ്രസ് ഉണ്ടാവും, ഏജ് ഉണ്ടാവും, ID ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, ഇമെയിൽ ID ഉണ്ടാവും, അങ്ങനെ എക്സ്ട്രാ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റിറ്റിനെ എപ്പോഴും റെക്ടാങ്കുലർ ഷേപ്പിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആട്രിബ്യൂട്ടിനെ എലിപ്സ് ഈ ഷേപ്പിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി കമ്പണന്റ് ഓഫ് മോഡൽ. മോഡലിന്റെ അകത്ത് ഉണ്ടാവുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെ കമ്പണൻസ് ആണ് മോഡലിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാ ഉണ്ടാവുക, എന്തൊക്കെയാ, എൻറ്റിറ്റി ഉണ്ടാവും, ആട്രിബ്യൂട്ട് ഉണ്ടാവും, റിലേഷൻ ഉണ്ടാവും. ഇനി എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് എൻറ്റിറ്റി ഉണ്ടാവും. വീക്ക് എൻറ്റിറ്റി ഉണ്ടാവും, സ്ട്രോങ് എൻറ്റിറ്റി ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേതെന്താന്ന് മനസ്സിലാവും. ഇപ്പൊ വീക്ക് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻറ്റിറ്റി സെറ്റിന് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞല്ലോ. എൻറ്റിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനി റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു പേഴ്സൺ ആവാം, ഒബ്ജക്റ്റ് ആവാം, പ്ലേസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. പിന്നെ ഒരു എംപ്ലോയി ഉണ്ട്, അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് വർക്ക് ഫോർ ആണ്. അതിൻ്റെ അടുത്ത എൻറ്റിറ്റി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ രണ്ട് എൻറ്റിറ്റിയാണ് ഉള്ളത്, എംപ്ലോയി എൻറ്റിറ്റിയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് എൻറ്റിറ്റിയും. അപ്പോൾ എംപ്ലോയി എൻറ്റിറ്റിയും ഡിപ്പാർട്ട്മെന്റ് എൻറ്റിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഈ എംപ്ലോയി വർക്ക് ഫോർ ഈ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പം ഒരു ടീച്ചറും പിന്നെ ഡിപ്പാർട്ട്മെന്റും എടുത്തു കഴിഞ്ഞാൽ ആ ടീച്ചർ വർക്ക് ഫോർ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ്,
അല്ലെങ്കിൽ ടീച്ചർ വർക്ക് ഫോർ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ നമുക്കൊരു റിലേഷൻ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ വീക്ക് എൻറ്റിറ്റി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻറ്റിറ്റി സെറ്റ്, അതായത് ഒരു ടേബിൾ കൺസിഡർ ചെയ്യാം. ആ ടേബിളിൻ്റെ അകത്ത് നമുക്ക് പിന്നെ കീ വാല്യൂ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. കീ വാല്യൂ കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് യുണീക്ക് ആയിട്ട് ആ ടേബിളിലെ വാല്യൂസിനെല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. അപ്പം ഒരു ടേബിളിൽ കീ വാല്യൂ ഉണ്ടാക്കാൻ പറ്റിയ ആട്രിബ്യൂട്ട് ഒന്നും ഇല്ല എങ്കിൽ അങ്ങനെയുള്ള എൻറ്റിറ്റി സെറ്റിനെയാണ് വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എൻറ്റിറ്റി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അനദർ എൻറ്റിറ്റി ഈസ് കോൾഡ് വീക്ക് എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റി വേറൊരു എൻറ്റിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളതെങ്കിൽ അങ്ങനെയുള്ള എൻറ്റിറ്റീനെയാണ് വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീക്ക് എൻറ്റിറ്റിക്ക് കീ ആട്രിബ്യൂട്ട് ഒന്നും ഉണ്ടാവില്ല. യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കീ ആട്രിബ്യൂട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വീക്ക് എൻറ്റിറ്റി ആണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഡബിൾ റെക്റ്റാങ്കിളിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എൻറ്റിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിളിലാണ്. വീക്ക് എൻറ്റിറ്റി ആണെങ്കിൽ ഡബിൾ റെക്റ്റാങ്കിളിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇനി വീക്ക് എൻറ്റിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രോങ് എൻറ്റിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. സ്ട്രോങ് എൻറ്റിറ്റി ആണെങ്കിൽ ഒരു ടേബിളിൽ കീ ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ, നമ്മൾ സ്റ്റുഡന്റ് ടേബിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ടേബിളിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും അല്ലെ. രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് വാല്യൂ ആണ്. ഓരോ സ്റ്റുഡന്റിനും ഒരു രജിസ്റ്റർ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു രജിസ്റ്റർ നമ്പർ ഉള്ള ഒരേ നമ്പറുള്ള രണ്ട് കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് യുണീക്ക് വാല്യൂ. ആ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്റ്റുഡന്റിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് ഉള്ള ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആട്രിബ്യൂട്ട് ഇല്ലാത്ത ടേബിളിനെയാണ് നമ്മൾ വീക്ക് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ an entity set that has a primary key is called a strong entity set. ഒരു കീ വാല്യൂ ഉള്ള എൻറ്റിറ്റി സെറ്റിനെയാണ് നമ്മൾ സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. വീക്ക് എൻറ്റിറ്റി സെറ്റ് ഡബിൾ റെക്റ്റാങ്കിളിലാണ് റെപ്രസെന്റ് ചെയ്യുക. സ്ട്രോങ് നോർമലി തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് നേരത്തെ പറഞ്ഞു പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു എൻറ്റിറ്റീൻ്റെ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആട്രിബ്യൂട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എലിപ്സിൻ്റെ അകത്താണ്. ഇതാ ഈ ഷേപ്പിൻ്റെ അകത്താണ്. ഇവിടെ നിങ്ങൾക്ക് സർക്കിൾ പോലെ തോന്നുന്നുണ്ടാവും. എലിപ്സ് ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ആട്രിബ്യൂട്ട്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡൻറ് എന്ന് പറയുന്ന എൻറ്റിറ്റിക്കുള്ള ആട്രിബ്യൂട്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റുഡൻറ്റിന് ID ഉണ്ടാവും, സ്റ്റുഡൻറ്റിന് ഫോൺ നമ്പർ ഉണ്ടാവും, നെയിം ഉണ്ടാവും, ഏജ് ഉണ്ടാവും. ഓക്കെ അല്ലേ. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയാണ്. ഇനി പറയുന്നത് കീ ആട്രിബ്യൂട്ട്. കീ ആട്രിബ്യൂട്ട് നേരത്തെ പറഞ്ഞു, ഒരു ടേബിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം യുണീക്ക് ആയിട്ടുള്ള വാല്യൂനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ കീ ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വാല്യൂസിനൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം സപ്പോസ് നമ്മൾ നെയിം എടുക്കുന്നു എന്ന് വിചാരിക്കുക. നെയിം എന്താ, ഒന്നിൽ കൂടുതൽ കുട്ടികൾക്ക് ഒരേ നെയിംസ് ഉണ്ടാവും അല്ലേ. ഒരേ നെയിമുള്ള കുറെ കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നെയിം വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. ഇനി ഏജ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഏജ് എങ്ങനെയാ വരിക, നിങ്ങൾ ഒരു ക്ലാസ് പഠിക്കുന്നവർക്കെല്ലാം ഏകദേശം ഒരേ ഏജ് ആയിരിക്കും അല്ലെ. ഒരു വർഷം മുന്നേ പിന്നെ ജനിച്ചവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരേ ഏജ് ആയിരിക്കും. അപ്പോൾ ഏജ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഫോൺ നമ്പർ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഫോൺ നമ്പർ ഉള്ള എന്താ ഉണ്ടാവുള്ളൂ, ഒരാൾക്കല്ലേ ഉണ്ടാവുള്ളൂ. ഒരു ഫോൺ നമ്പർ രണ്ടാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ. ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അവിടെയും വരും ചിലപ്പോൾ അച്ഛനും പിന്നെ അമ്മയും കൂടി ഒരു ഫോണായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഒരേ നമ്പർ രണ്ടുപേർക്കുള്ള റെഫറൻസ് നമ്പർ ചിലപ്പോൾ ഒരേ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ഡ്യൂപ്ലിക്കേഷൻസ് വരാം. ഇനി ID എടുക്കുന്ന സമയത്ത് നോക്കുക, നിങ്ങൾ ഒരു സ്റ്റുഡന്റിന്റെ ID ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ID എപ്പോഴും യുണീക്ക് ആയിരിക്കും അല്ലെ. ഒന്നൊന്ന് റോൾ നമ്പർ ഉള്ള ഒരാളല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ രജിസ്റ്റർ നമ്പർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഒന്നൊന്ന് നമ്പർ ഉള്ള ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കീ ആട്രിബ്യൂട്ട്. യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആട്രിബ്യൂട്ട്, അതിനെയാണ് കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് സിമ്പിൾ ആട്രിബ്യൂട്ട്. സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ടിനെ നമുക്ക് ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആട്രിബ്യൂട്ടിനെയാണ് എന്ത് പറയുന്നത്, സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു
നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്ന് വിചാരിക്കും. നെയിം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അഡ്രസ് ആണെങ്കിൽ പിന്നെ ഹൗസ് നെയിം, പ്ലേസ്, സിറ്റി എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയൊന്നും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റിന്റെ കോണ്ടാക്ട് നമ്പർ എടുക്കുക. അപ്പോൾ കോണ്ടാക്ട് നമ്പർ എന്താ, പിന്നെ ആദ്യം ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുപോലെ തന്നെ ഐഡിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. സിമ്പിൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോമ്പോസിറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അഡ്രസ് എടുക്കുകയാണെങ്കിൽ അഡ്രസ്സിന് എന്താ, അഡ്രസ്സിന് ഹൗസ് നെയിം, സിറ്റി, പ്ലേസ്, പിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ നെയിം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് കൂടാണ്ട് തന്നെ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്, അതുപോലെ തന്നെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങളും കൂടിയുണ്ട്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരെണ്ണത്തിന്റെ അകത്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്, അത് ഒരു ആട്രിബ്യൂട്ടിന്റെ അകത്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ആട്രിബ്യൂട്ട് ആണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടിന്റെ അകത്ത് നിങ്ങളിപ്പം ഡേറ്റ് ഓഫ് ബർത്ത് കൺസിഡർ ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും ഉണ്ട്, ഏജ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഇന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2020 ഇത്ര ഏജ് ആയി എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏജ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആണ്. മനസ്സിലായില്ലേ? ഇനി ഉള്ളതാണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ടിന് തന്നെ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടാവാം. സപ്പോസ് നിങ്ങൾ ഫോൺ നമ്പർ എടുക്കുന്നു, അപ്പോൾ ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ നമ്പർ ഉണ്ടല്ലേ, നിങ്ങൾക്ക് ജിയോന്റെ സിം ഉണ്ടാവും, ഐഡിയന്റെ സിം ഉണ്ടാവും, അങ്ങനെ ഒന്നിൽ കൂടുതൽ സിം ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് എത്ര നമ്പറായി, ഒന്നോ രണ്ടോ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ ഫീൽഡിൽ ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് ആയി. അതാണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇമെയിൽ ഐ ഡി, ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരേ ആൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി വരും. അപ്പോൾ മൾട്ടി വാല്യൂസ് ആയി. അപ്പൊ അങ്ങനെയാണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടും ഉണ്ട്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടും ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്മൾ അസോസിയേഷൻ ആണ്. അപ്പോൾ രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷനെയാണ് എന്ത് പറയുന്നത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡയമണ്ട് സിമ്പൽ വെച്ചിട്ടാണ്. ഈ ഡയമണ്ട് സിമ്പൽ വെച്ചിട്ടാണ് റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡയമണ്ട് ഓർ റോംബസ് സിമ്പൽ എന്ന് പറയും. റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിലേഷൻഷിപ്സ്, ഒരു ടേബിളിലുള്ള എല്ലാ റിലേഷൻഷിപ്പിന്റെയും സെറ്റിനെയാണ് എന്ത് പറയുന്നത്, റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റിലേഷൻഷിപ്പിന്റെ തന്നെ മാപ്പിംഗ് കാർഡിനാലിറ്റീസ് എന്ന് പറയുന്ന സാധനമാണ്. അത് 1-to-1 റിലേഷൻഷിപ്പ്, 1-to-many റിലേഷൻഷിപ്പ്, many-to-one റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ many-to-many റിലേഷൻഷിപ്പ്, ഇത്രയും സാധനങ്ങളാണുള്ളത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ജസ്റ്റ് നമുക്ക് മോഡലിൽ വരുന്ന സിമ്പിൾസ് നോക്കാം. ഏതൊക്കെ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നുള്ളത്. ഫസ്റ്റ് പറയുന്നത് റെക്ടാങ്കിൾ സിമ്പിൾ ആണ്. റെക്ടാങ്കിൾ സിമ്പിൾ എൻറ്റിറ്റീനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡബിൾ റെക്ടാങ്കിൾ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഡബിൾ റെക്ടാങ്കിൾ വീക്ക് എൻറ്റിറ്റീനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഡയമണ്ട് സിമ്പിൾ ഇപ്പൊ പറഞ്ഞതാണ്, റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡബിൾ ഡയമണ്ട് സിമ്പിൾ അത് ശരിക്കും വീക്ക് എൻറ്റിറ്റി റിലേഷൻസിനെയാണ്, ഐഡന്റിഫൈയിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വീക്ക് എൻറ്റിറ്റീൻ്റെ അകത്തുള്ള റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് നോട്ട് ചെയ്യണം, വീക്ക് എൻറ്റിറ്റീൻ്റെ അകത്ത് റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എലിപ്സ് ആട്രിബ്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എലിപ്സിന്റെ അകത്ത് ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഐ ഡി എന്നുള്ള എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കീ ആട്രിബ്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഉണ്ടാവും. മൾട്ടി വാല്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ നമ്പറിന് 2 വാല്യൂസ് വരുന്നത്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് നിന്ന് ഏജ് ഡിറൈവ് ചെയ്യുന്നത്.
അപ്പൊ ഏജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഏജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ.